ഹരിയോ വേദി അലങ്കരിക്കുന്ന പൂജനീയ ഋഷിവര്യന്മാരെ, ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, ഹിന്ദു ഐക്യവേദിയുടെ സാരഥികളെ, സദസ്സിലെ ഹൈന്ദവ കുടുംബാംഗങ്ങളെ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ശ്ലോകം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതിന്റെ അർത്ഥവും അറിയാം. ഇപ്പോഴെല്ലാമാണോ അധർമ്മം ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? യുഗയുഗാന്തരങ്ങളിൽ ഞാൻ അവതാരമെടുക്കും. ശ്രീമദ് നാരായണൻ പറയുന്നതാണ്. ഇതിന് മനോഹരമായി നമ്മുടെ ഇവരുടെയും ആവേശമായ പൂജനീയ ഗുരുജി സ്മാതൗ സദാശിവ് ഗോൾവാൾക്കർ പറഞ്ഞത്, അവശ്യഘട്ടങ്ങളിൽ എപ്പോഴാണോ അധർമ്മം അഴിഞ്ഞാടുന്നത്, ഭഗവാൻ സംഘടനയുടെ രൂപത്തിലും അവതരിക്കുമെന്ന്. ആ സംഘടനയാണ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ജിയാൽ തുടങ്ങപ്പെട്ട് ഇന്നും ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി, ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം. രാഷ്ട്രീയ സ്വയം സേവക സംഘം തീർച്ചയായും ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് സൂചിപ്പിച്ച അവതാരം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരാണ്? നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാവണം നാം ഒരു മനുഷ്യനായി ഈ പവിത്ര പുണ്യഭൂമിയിൽ ജന്മമെടുത്തത്? പട്ടിയായോ പൂച്ചയായോ കൃമിയായോ കീടമായോ മറ്റെന്തെങ്കിലും ജീവിയായോ സൃഷ്ടിക്കമായിരുന്ന നമ്മളെ എന്തിനായിരിക്കണം ആ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യനായി, അതും ഈ പവിത്ര ഭൂമിയിൽ, അതും ഹിന്ദുവായി സൃഷ്ടിച്ചത് എന്ന് നാം ഓരോ വ്യക്തിയും ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഉത്തരം ഇതാണ്. സംഘടന ഭഗവാന്റെ അവതാരമെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ്. ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ്. 11 അക്ഷൗഹിണി സൈന്യവുമായി കൗരവപ്പട നിൽക്കുമ്പോൾ 7 അക്ഷൗഹിണി സൈന്യവുമായി ധർമ്മയുദ്ധം നയിക്കാൻ പാണ്ഡവർ മുന്നിട്ടിറങ്ങിയപ്പോൾ ഗാന്ധിവധാരിയായ ദേവേന്ദ്രന്റെ പുത്രനായ ദ്രോണ ശിഷ്യനായ, അതിലെല്ലാം ഉപരി മാരുതി കൊടിയടയാളമായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരഥിയായി ഉണ്ടായിട്ട് പോലും മഹേശ്വരനോട് പോലും യുദ്ധം ചെയ്യാൻ താൻ പ്രാപ്തനാണെന്ന് തെളിയിച്ചതിന്റെ ഭാഗമായി പരമേശ്വരൻ പാശുപതാസ്ത്രം കൊടുത്തനുഗ്രഹിച്ച പാർത്ഥൻ ഇതി കർത്തവ്യതാമൂഢനായി തീർത്ഥത്തിലിരുന്നു. അദ്ദേഹം ശരീരം തളർന്നിട്ടല്ല ഇരുന്നത്, മനസ്സ് തളർന്നിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള അർജുനന്മാരുണ്ട്. ആ അർജുനന്മാർക്ക് ഗീതോപദേശം കൊടുത്ത് അവരെ ഊർജ്ജസ്വലരാക്കി കർമ്മനിരതരാക്കാൻ കഴിവുള്ള ഈശ്വരന്റെ പ്രതിരൂപങ്ങളാണ് ഈ ഹാളിൽ നിറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തികളുടെ പേരാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികൾ. ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾക്കത് പറയാൻ സാധിക്കുമെങ്കിൽ തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച്, ഞാൻ ശ്രീമദ് നാരായണന്റെ അവതാരമാണ്, ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം രക്ഷിക്കാൻ പോന്ന ഈ മഹത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കുന്ന നിമിഷം ഹൈന്ദവന്റെ യശസ് ഉയരും. ഭാരതത്തിന്റെ വലിപ്പത്തേക്കാൾ, ശക്തിയേക്കാൾ എത്രയോ ചെറിയ കുഞ്ഞു രാജ്യം തൊട്ടടുത്ത് ഈ ലോകത്തിന് മുമ്പിൽ പറയുന്നു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ രാജഭരണം, ഹൈന്ദവ രാഷ്ട്രം എന്ന പദവി തിരിച്ചു വേണമെന്ന് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. പല രാജ്യങ്ങളുടെയും, എന്തിനേറെ ചില ഭൂഖണ്ഡങ്ങളുടെ പോലും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുത്ത സനാതന ധർമ്മ വിശ്വാസികളുടെ എണ്ണം. അത് പൂർണ്ണമല്ല, അതേക്കാൾ എത്രയോ മടങ്ങ്
എന്നെ പോലുള്ള സാധാരണക്കാരനതിൽ പങ്കെടുക്കാനാകില്ല എന്ന വിഷമമുണ്ട്. ഇതുപോലെ പങ്കെടുക്കാൻ കഴിയാത്ത എത്രയോ സനാതന ധർമ്മവിശ്വാസികൾ നമുക്കിടയിലുണ്ട്. നാം ചെറുതല്ല, നാം മോശക്കാരല്ല, നമുക്ക് നമ്മുടെ വലിപ്പം അറിയില്ല എന്ന് മാത്രം. ഒരു മുത്തശ്ശൻ തന്റെ പേരക്കുട്ടിയെ കയ്യിൽ പിടിച്ച് ഇന്നും നടക്കാനിറങ്ങുമായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് വളരെ കൗതുകമായി ആനയെ കണ്ടു. ആന അനങ്ങുന്നില്ല, അവനൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ആ കുഞ്ഞ് മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, ആനയല്ലേ കരയിലെ ഏറ്റവും വലിയ മൃഗം? അതേ മോനെ, ഏറ്റവും ശക്തിയും അവനെ തന്നെയല്ലേ? അതെ. പിന്നെന്താ മുത്തശ്ശ ആ ചെറിയ ചങ്ങലിലിട്ടിട്ട് അവൻ അനങ്ങാതെ നിൽക്കുന്നത്? അതിന് ആ മുത്തശ്ശൻ പറഞ്ഞു, മോനെ, ആ ആന പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് അവൻ കുറുമ്പ് കാണിച്ചു. അപ്പോൾ അവന്റെ കാലിൽ അവൻ കുറുമ്പ് കാണിക്കാതിരിക്കാൻ ഒരു ചങ്ങലയിട്ടു. ആ ചങ്ങല അവൻ പലവട്ടം പൊട്ടിക്കാൻ ശ്രമിച്ചു, അത് പൊട്ടിയില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇനി ഇതൊരിക്കലും പൊട്ടില്ല എന്ന്. ആന വളർന്നു, അവന്റെ ശക്തിയും കൂടി. പക്ഷേ അവനെ ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ ശക്തി കുറഞ്ഞു, ദ്രവിച്ചു തുടങ്ങി. നിർഭാഗ്യവശാൽ ആ ആന ഒരിക്കൽ പോലും ആ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്റെ മുന്നിലിരിക്കുന്ന ഹൈന്ദവ സമൂഹമേ, പല പേരിനും പല കാരണങ്ങളാലും കാലം ഇത്രയായിട്ടും ഇടതും വലതും മാറി മാറി ഭരിച്ച കേരളത്തിൽ നമ്മളെ ഒരു തരത്തിലുള്ള അദൃശ്യമായ ചങ്ങലകളാൽ ബന്ധിപ്പിച്ചിട്ടും ആ ചങ്ങല നമ്മുടെ ശാശ്വതമായ ചങ്ങലയാണെന്ന് കരുതി ഇനിയും ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന നമ്മൾ, ഹൈന്ദവ സമൂഹം, ഒന്ന് മനസ്സ് വെച്ചാൽ പൊട്ടിച്ചെറിയാവുന്നതേയുള്ളൂ ആ ചങ്ങല. പക്ഷേ നമ്മളതിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സർവേശ്വരന്റെ പ്രതിരൂപങ്ങളായ, ശ്രീമദ് നാരായണന്റെ പ്രതിരൂപങ്ങളായ ഓരോ പ്രവർത്തകനും ഓരോ പ്രതിനിധിയും ചിന്തിക്കേണ്ടത്, ഇന്നു മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേവലം 2 പേരോടെങ്കിലും ഞാൻ സംസാരിച്ചിരിക്കുമെന്ന ഒരു പ്രഖ്യാപനം, പ്രതിജ്ഞ നമുക്ക് നമ്മുടെ മനസ്സിലെടുക്കാൻ സാധിച്ചാൽ 23ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഒത്തുകൂടുമ്പോൾ എവിടെയാണോ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അവിടെ എന്തായിരിക്കും ആ പ്രതിനിധി സഭയുടെ എണ്ണം? ചിന്തിച്ചു നോക്കുക, സ്വപ്നം കാണുക. നാം സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. നാം അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. സ്വപ്നങ്ങളാണ് നമ്മളെ വളർത്തുന്നത്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ഇത്ര നാളായിട്ടും ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിഷമങ്ങളിലും ഇടപെടാൻ ഇവരുടെ ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു വേട്ടമൃഗത്തെ പോലെ ഹൈന്ദവ സമൂഹം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഭൂരിപക്ഷമുണ്ടായിരുന്ന നാം, സ്വാമിജി പറഞ്ഞ പോലെ, ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ ന്യൂനപക്ഷമായി തീരുന്നൊരവസ്ഥ. നാം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിധത്തിലുള്ള കഴിവും ശക്തിയും ഉണ്ടായിട്ടും ഉറങ്ങിക്കിടക്കുന്ന, ഭയം വിരിക്കുന്ന, എന്നെ കൊണ്ടാവില്ല എന്ന് കരുതുന്ന അർജുനന്മാരെ ഉണർത്താൻ നമുക്ക് സാധിക്കണം. അവർക്ക് ഗീതോപദേശം നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അവർക്ക് ഗീത ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങളുടെ ധർമ്മം അതാണ്. ഒരിക്കൽ ഈ ഭാരത യുദ്ധം അതെന്ത് തന്നെയാണെങ്കിലും നടക്കും. അപ്പോൾ ഏറ്റവും പ്രായം ചെന്ന ആ കുലത്തിലെ മുതിർന്ന വ്യക്തിയായ ഭീഷ്മരോട് അനുഗ്രഹം വാങ്ങിക്കാനായി പാണ്ഡവർ വന്നു. അനുഗ്രഹം വാങ്ങിച്ചു. അവർക്ക് ഭീഷ്മർ വിജയാശംസകൾ നേർന്നു. അത് ദുര്യോധനന് വല്ലാതെ അരിശം വന്നു, വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം തന്റെ ശത്രുക്കളാണ് പാണ്ഡവർ. തന്റെ സൈന്യമായ കൗരവസേനയുടെ സർവ്വസൈന്യാധിപനാണ് ഭീഷ്മർ. എന്നിട്ടും ആ ഭീഷ്മർ പാണ്ഡവർക്ക് വിജയം ആശംസിച്ചു. അത് ദുര്യോധനന് ഉൾക്കൊള്ളാനായില്ല. ചോറുപടിയും കൂറപടിയും വളരെ മോശമായി ഭീഷ്മരെ അദ്ദേഹം വിമർശിച്ചു. അതിന് ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു,
സുയോധന, അന്തിമ വിജയം പാണ്ഡവർക്കാണ്. കാരണം പാണ്ഡവരുടെ കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാണോ അവിടെയാണ് അന്തിമ വിജയം. ധർമ്മം എവിടെയാണോ അവിടെയാണ് ശ്രീകൃഷ്ണൻ. പാണ്ഡവരുടെ ഭാഗത്ത് ധർമ്മമുണ്ട്, അതുകൊണ്ട് പാണ്ഡവർ തന്നെ വിജയിക്കും. ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കൂടെ സംഘമുണ്ട്, നമ്മുടെ കൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘമുണ്ട്. സംഘം അതിന്റെ 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം വിശാലമായ, ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയില്ല. പല സംഘടനകളും പല ഇസങ്ങളും തുടങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ അത് അസ്തമിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അസ്തമിക്കാത്ത ഒരു സംഘടനയുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. ഒരു സംശയവുമില്ല. ലോകത്ത് വളരെയധികം സമാജത്തിലിറങ്ങി സമാജ പരിവർത്തനത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച് ഇത്രമാത്രം പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന ലോകത്തിലില്ല, ലോക ചരിത്രത്തിലില്ല. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘം മാത്രമാണ്. സാക്ഷാൽ ഭഗവാന്റെ അവതാരമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം നമ്മുടെ കൂടെയുണ്ട്. ഓരോ പ്രവർത്തകനും ചിന്തിക്കേണ്ടത്, ഹൈന്ദവനായി ജനിച്ച ഞാൻ, ഹൈന്ദവ സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന ഞാൻ എത്രമാത്രം മഹത്തരമായ ഒരു സംസ്കൃതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്കൃതിക്ക് കേവലം പതിറ്റാണ്ടോ നൂറ്റാണ്ടിന്റെയോ കാലമല്ല, അല്ലെങ്കിൽ കാലപ്പഴക്കമല്ല ഉള്ളത്, യുഗയുഗാന്തരങ്ങളുടെ കാലപ്പഴക്കമാണ്. നാം ആചരിച്ചു പോരുന്ന നമ്മുടെ അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ പരശുരാമനും രഘുരാമനും ബലരാമനും ശ്രീകൃഷ്ണനും നിങ്ങളും ഞാൻ ആചരിച്ചു പോരുന്ന നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നാണ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് നമ്മുടെ സനാതന ധർമ്മത്തിന് എത്രമാത്രം ആഴവും വ്യാപ്തിയും ഉണ്ടെന്ന്. ആ ആഴവും വ്യാപ്തിയും ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഓരോ ഹൈന്ദവനുമാണ്. നാം സനാതന ധർമ്മത്തെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ, അതിന്റെ വക്താക്കളായി നമ്മൾ ഇറങ്ങി തുടങ്ങിയാൽ മാത്രമേ അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക്, എതിരെ സംസാരിക്കുന്നവർക്ക് ഭയമുണ്ടാവുകയുള്ളൂ. കേവലം സെമിട്രിക് മതങ്ങളുടെ അതിന്റെ സ്ഥാപകന്മാരെ കുറിച്ചോ അതിന്റെ വക്താക്കളെ കുറിച്ചോ എന്തെങ്കിലും ഒരു കമന്റ് പുറത്തു പറഞ്ഞാൽ പറയുന്നവൻ വിസയെടുത്ത് ഏതെങ്കിലും രാജ്യത്ത് പോകേണ്ട ഒരു സ്ഥിതി. സ്വതന്ത്രമായി നമ്മുടെ കൃഷ്ണനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. അദ്ദേഹത്തെ കുഞ്ഞായി നമുക്ക് കാണാം, ഒരു ടീനേജിലുള്ള ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് കാണാം. അതിനല്ലെങ്കിൽ ധർമ്മയുദ്ധം നയിച്ച ശ്രീകൃഷ്ണനെ നമുക്ക് കാണാം. എങ്ങനെ വേണമെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത്രമാത്രം പരന്നതാണ്, വിശാലമാണ്, ആഴമേറിയതാണ് നമ്മുടെ സംസ്കാരം. ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിനെതിരെ ആരെങ്കിലും കുതിര കയറിയാൽ നമുക്കൊരു വാക്കുരിയാടാൻ സാധിക്കുന്നില്ല. അതിന് കാരണം നമ്മളിലെ അർജുനന്മാർ തളർന്നിരിക്കുകയാണ്. അർജുനന്റെ കയ്യിൽ ഗാന്ധീവമുണ്ട്. ഈ ലോകത്ത് ഏത് ശക്തനായ യോദ്ധാവിനെയും തോൽപ്പിക്കാനുള്ള കരുത്തും ആർജവവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു തികഞ്ഞ യോദ്ധാവാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. സംശയത്തിലാണ്, ആശങ്കയിലാണ്. ആ ആശങ്ക മാറ്റിക്കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന സർവേശ്വരന്റെ പ്രതിരൂപങ്ങളായ ഓരോ പ്രതിനിധിക്കും സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഹൈന്ദവ സമൂഹം ഉണരുക തന്നെ ചെയ്യും, ഉണരുക തന്നെ ചെയ്യും. ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആ സ്വാമിജിയുടെ ആഗ്രഹം, അത് നമ്മുടെ ആഗ്രഹമാവട്ടെ. 2047 എന്ന വർഷത്തിൽ ഈ ഭാരതത്തിൽ കാവിക്കൊടി പറക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറച്ചു പ്രഖ്യാപിക്കാം. ആ പ്രഖ്യാപനം ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ. ഭാരത സംസ്കൃതി പാനോളമുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോ വ്യക്തിക്കും ആ തീരുമാനമെടുക്കാം. എന്തുകൊണ്ട് ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനം നമ്മൾ നടത്തിക്കൂടാ? അതാവട്ടെ നമ്മുടെ പ്രതിജ്ഞ. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ഭാഷാ
ഹൈന്ദവന്റെ ശബ്ദം കേവലം ശബ്ദം മാത്രമാവരുത്, അതൊരു ഗർജനമാവണം. ഹൈന്ദവന്റെ ശബ്ദം ഗർജനമാവണം. നമുക്ക് ഒരുമിച്ച് പറയാം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ആ ഉറച്ച ശബ്ദം ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ. എങ്ങനെയാണോ ഗാന്ധിയും ഉയർത്തിപ്പിടിച്ച് ഞാൻ വിളിച്ചപ്പോൾ ദിഗന്ധങ്ങൾ മുഴങ്ങിയത് എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഗർജനം ദിഗന്ധങ്ങൾ മുഴങ്ങുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 23 സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുഖ്യധാര പത്രങ്ങൾ എഴുതണം, അതും ഞാൻ സ്വപ്നം കാണുന്നു. കാതിക്കടലായി 23 സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്ന് മുഖ്യധാര പത്രങ്ങൾക്ക് വരെ എഴുതാൻ കഴിയുന്ന വിധത്തിൽ ഹിന്ദു ഐക്യവേദി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ പരിപാടി വൻ വിജയമാക്കാൻ പ്രവർത്തിച്ച സംഘാടക സമിതിയിലെ ഓരോ വ്യക്തിയുടെ പേരിലും 22ാം സംസ്ഥാന സമ്മേളനത്തിന് ഹൃദയത്തിൽ നിന്നും 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം. വന്ദേ മാതരം. ആശംസകളിൽ ദിഗന്ധങ്ങൾ മുഴക്കുന്ന സന്ദേശം നൽകിയ പാർത്ഥസാരഥിക്ക് നന്ദി.